ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSC സ്വാഗതം. ഇത് നമ്മുടെ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ EMRS നോൺ ടീച്ചിങ് ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒന്നും കൂടി ലാസ്റ്റ് ഘട്ടത്തിൽ അവസാന നിമിഷത്തിൽ നമുക്ക് കാണാം. നമുക്കറിയാം ഒക്ടോബർ 23 ഈ മാസം 23 തീയതിയാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, അപ്പൊ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഓക്കെ, അവർ അതായത് EMRS ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് ധാരാളം നോൺ ടീച്ചിങ് പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. അത് എന്താണ് EMRS എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവിടേക്ക് നോൺ ടീച്ചിങ് സ്റ്റാഫിനെ വിളിച്ചിട്ടുണ്ട്. നോൺ ടീച്ചിങ് ഒത്തിരി പോസ്റ്റേഴ്സ് വരും. അതിൽ സ്റ്റാഫ് നഴ്സിന്റെ വേക്കൻസി, സ്റ്റാഫ് നഴ്സ് പ്രത്യേക വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള വീഡിയോസ് കാര്യങ്ങളെല്ലാം ഇതിലൂടെ പറയുന്നതാണ്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്ത് സെപ്റ്റംബർ മാസം 19 തീയതിയാണ് നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് അവസാനിക്കുന്നത് ഒക്ടോബർ 23 ആണ്. അറിഞ്ഞുകൂടാത്തവർ ഈ വീഡിയോ ആദ്യമായിട്ട് കൈകളിലേക്ക് എത്തുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം ഒത്തിരി പേരിലേക്ക് ഇത് എത്തണം. അപ്ലൈ ചെയ്യാൻ ജോലി തേടി നിൽക്കുന്നവർ എത്രയും പെട്ടെന്ന് അപേക്ഷിച്ച് നല്ല ജോലി വാങ്ങിക്കട്ടെ. ഇതിലേക്ക് കിടക്കാം. എന്താണ് നോൺ ടീച്ചിങ് പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഹോസ്റ്റൽ വാർഡൻ, JSA ഫീമെയിൽ സ്റ്റാഫ് നഴ്സ്, അതുപോലെ തന്നെ ലാബ് അറ്റൻഡന്റ്, ഓക്കെ, അതുപോലെ തന്നെ അക്കൗണ്ടന്റ്, ഇത്രയും പോസ്റ്റിലേക്കാണ് നമ്മുടെ ഈ നോൺ ടീച്ചിങ് പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് എല്ലാവർക്കും ടീച്ചർ പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്നവർക്കും ഓക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഈ ഹോസ്റ്റൽ വാർഡൻ എന്ന് പറയുന്നത്. മൊത്തം 635 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. അത് ഫീമെയിൽ മെയിൽ സെപ്പറേറ്റ് ആണ് വിളിച്ചിരിക്കുന്നത്, അല്ലെ? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ആണ് വിളിച്ചിരിക്കുന്നത്. അതിന്റെ ഏജ് എന്ന് പറയുന്നത് 35 വയസ്സാണ്. നമുക്ക് പൊതുവെ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ പറയുന്ന എല്ലാ പോസ്റ്റുകളുടെയും ഏജ് എന്ന് പറയുന്നത്, റിലാക്സേഷൻ എന്ന് പറയുന്നത് OBCക്ക് 3 ഇയർ ഉണ്ട്, SC/ST കമ്മ്യൂണിറ്റി വികലാംഗർക്ക് ഒക്കെ 5 ഇയർ എബോ ഉണ്ട്. SC/ST ആണെങ്കിൽ 5 ഇയർ, വികലാംഗർക്കാണെങ്കിൽ അതിന് കൂടുതലും കിട്ടും, ദിവ്യാംഗർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതും കൂടെ നിങ്ങളുടെ പറയുന്ന ഏജിൽ കൂട്ടി കൊടുക്കുക. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഹോസ്റ്റൽ വാർഡൻ 35 ആണെങ്കിൽ ഹോസ്റ്റൽ വാർഡൻ SC/STക്ക് 40 വയസ്സ് വരെയും, OBCക്ക് 35 മുതൽ 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയൊന്ന് കണക്കാക്കുക. ഹോസ്റ്റൽ വാർഡൻ 35 വയസ്സാണ്. അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡിഗ്രി, ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സ്, ഓക്കെ, അണ്ടർ ഗ്രാജുവേറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യാം. അതല്ല നിങ്ങൾ ഏതെങ്കിലും ഇന്റഗ്രേറ്റഡ് കോഴ്സ് ഡിഗ്രി ലെവലിൽ പഠിച്ചാണെങ്കിലും നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതാണ് ഹോസ്റ്റൽ വാർഡന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി JSA എന്ന് പറയുന്നത് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ്, വയസ്സ് 30 ആണ്, ജനറലിന്റെ വയസ്സ് 30 ആണ്. അതിന് 228 പോസ്റ്റ് ആണ്. ജസ്റ്റ് +2 മാത്രം പാസ്സായാൽ മതി. താഴെ തന്നിരിക്കുന്ന ടൈപ്പ് റൈറ്റിംഗ് സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം അത് പ്രത്യേക ടെസ്റ്റ് നടത്തും. അത് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദിയിലുള്ള ടൈപ്പ് റൈറ്റിംഗ് സ്പീഡ് 35 വേർഡ്സ് പെർ മിനിറ്റ് എന്നുള്ളത്. ഓക്കെ, അത് നിങ്ങൾ അക്യൂർ ചെയ്താൽ അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും വേണ്ട. അടുത്തത് ഫീമെയിൽ സ്റ്റാഫ് നഴ്സ്, അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തതാണ്, ജസ്റ്റ് നോക്കുക. ഫീമെയിൽ സ്റ്റാഫ് നഴ്സിന് അപ്ലൈ ചെയ്യുന്നവർ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ലാബ് അറ്റൻഡന്റ് ആണ്. ലാബ് അറ്റൻഡന്റ് 146 പോസ്റ്റ് ആണ്. അതും ജസ്റ്റ് 10th പാസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ 10th പാസ് പ്ലസ് 12th പാസ് വിത്ത് അതായത് നമ്മുടെ സയൻസ് സബ്ജക്ട് പഠിച്ച സയൻസ് സ്ട്രീമിൽ +2 സയൻസുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആണ് ലാബ് അറ്റൻഡന്റ് എന്ന് പറയുന്നത്. 30 വയസ്സാണ് ജനറലിന്റെ പ്രായപരിധി. നേരത്തെ പറഞ്ഞ SC/ST OBCക്ക് 3-5 വർഷം കൂട്ടി കിട്ടുകയും ചെയ്യും എല്ലാത്തിനും. അക്കൗണ്ടന്റ് 30 വയസ്സാണ്, ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. 61 പോസ്റ്റ് ഉണ്ട്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പോസ്റ്റുകൾ. അക്കൗണ്ടന്റ്, ലാബ് അറ്റൻഡന്റ്, ഫീമെയിൽ സ്റ്റാഫ് നഴ്സ്, JSA ആൻഡ് ഹോസ്റ്റൽ വാർഡൻ. തീർച്ചയായിട്ടും നിങ്ങൾ നോക്കേണ്ട പ്രധാനപ്പെട്ട പോസ്റ്റുകൾ 2 ഹോസ്റ്റൽ വാർഡനും JSA ആണ്. ബാക്കിയൊക്കെ സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ ആണല്ലോ. ഹോസ്റ്റൽ വാർഡൻ ഡിഗ്രി, JSA എന്ന് പറയുന്നത് +2 ആണ്, +2 ക്വാളിഫിക്കേഷൻ ആണ്. അപ്പം സ്റ്റാഫ് നഴ്സ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഹോസ്റ്റൽ വാർഡൻ 635 വേക്കൻസിയാണ്, JSA 228 വേക്കൻസിയാണ്. ഓക്കെ, അപ്പം എത്രയും പെട്ടെന്ന് ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാം ആണ്. അതിൽ എന്താണ് ഹോസ്റ്റൽ വാർഡന്റെ എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞുതരാം. ഹോസ്റ്റൽ വാർഡൻ ആൻഡ് ഫീമെയിൽ സ്റ്റാഫ് നഴ്സ്, സ്റ്റാഫ് നഴ്സിന്റെ വേക്കൻസി, അതിന്റെ സിലബസ് 1 ഓക്കെ, അപ്പൊ അത് ഞാനൊന്ന് പറഞ്ഞുതരാം. സിലബസ് എന്ന് പറയുന്നത്, അതായത് എക്സാംസ് 2 രീതിയിൽ നടക്കുന്ന. ടയർ 1 അതായത് ഒരു പ്രിലിംസും ഉണ്ടായിരിക്കും, ഒരു മെയിനും ഉണ്ടായിരിക്കും. 2 ടയർ എക്സാം ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ടയർ എന്താണ്, സെക്കൻഡ് ടയർ ആണ് നോക്കുന്നത്. ആദ്യമായി നോക്കുന്നത് സ്റ്റാഫ് നഴ്സിന്റെ ഓൾറെഡി ചെയ്തിട്ടുള്ളത് പറയുന്നില്ല. ഇനി നമ്മുടെ ഫീമെയിൽ വാർഡനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഹോസ്റ്റൽ വാർഡനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹോസ്റ്റൽ വാർഡന്റെ സിലബസ് 100 മാർക്കിന്റെ എക്സാം ആണ് ടയർ 1. അതിൽ ജനറൽ അവയർനെസ് 10 മാർക്ക്, റീസണിംഗ് എബിലിറ്റി 15 മാർക്ക്, ICT കമ്പ്യൂട്ടർ 15 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 30 മാർക്ക്, മാത്സ് സിമ്പിൾ അത്തമെറ്റിക് എന്ന് പറയുന്നത് 30 മാർക്കാണ്. പിന്നെ ലാംഗ്വേജ് ഫ്ലുവൻസി എന്ന് പറയുന്നത് ഇവിടെ ജനറൽ ഇംഗ്ലീഷ്, ജനറൽ ഹിന്ദി ആൻഡ് റീജിയണൽ ലാംഗ്വേജ്. നമ്മള് ഫീമെയിൽ സ്റ്റാഫ് നഴ്സിൽ കണ്ടതുപോലെ തന്നെ ഇംഗ്ലീഷും ഹിന്ദിയും മസ്റ്റ് ആണ്. അത് കൂടാതെ അതിന്റെ കൂട്ടത്ത് ഒരു റീജിയണൽ ലാംഗ്വേജ് കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യണം. അത് റീജിയണൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹിന്ദി ആവാം, ഇംഗ്ലീഷ് ആവാം,
മലയാളം ആവാം, അങ്ങനെ തുടങ്ങി 20ഓളം ലാംഗ്വേജസുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജസ് അവിടെ കൊടുക്കാം. ഹിന്ദിയോ ഇംഗ്ലീഷോ മലയാളമോ തെലുങ്കോ തമിഴോ എന്ത് വേണം കൊടുക്കാം. റീജിയൻ നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ലാംഗ്വേജ് അവിടെ കൊടുക്കുക. അത് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള ലാംഗ്വേജ് അല്ല, ആക്ച്വലി ആ 3 പേപ്പർ ആയിട്ടുള്ള എക്സാംസ് ആണ്. ആ 3 പേപ്പറും ഓരോ പേപ്പറിന് 10 മാർക്ക് വെച്ച് 30 മാർക്കാണ്. അങ്ങനെയാണ് 100 മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ ടയർ 2 വരുമ്പോൾ ജസ്റ്റ് നിങ്ങളുടെ സബ്ജക്ട് മാത്രമേ കാണത്തുള്ളൂ. മൊത്തം 55 ചോദ്യങ്ങളാണ് വരുന്നത്. 55 ചോദ്യങ്ങളിൽ 40 ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പും 15 ചോദ്യങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പുമാണ് വരുന്നത്. ഈ 15 ചോദ്യങ്ങൾക്ക് 60 മാർക്ക്, 40 ചോദ്യത്തിന് 40 മാർക്കും 15 ചോദ്യത്തിന് ഒരു ക്വസ്റ്റ്യൻ 4 മാർക്ക് വെച്ചിട്ട് 60 മാർക്ക്, അങ്ങനെ 60/40 100 മാർക്ക്. ഓക്കെ, അതില് ടയർ 1 എന്ന് പറയുന്നത് 2 അവർ ആണ് എക്സാം എന്ന് പറയുന്നത്. ടയർ 2 എന്ന് പറയുന്നത് 3 അവർ ആയിരിക്കും എക്സാം എന്ന് പറയുന്നത്. ഇതാണ് വാർഡന്റെ സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ JSA ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ലാബ് അറ്റൻഡന്റ് എക്സാം പാറ്റേൺ എന്താ നോക്കാം. അതും സെയിം റീസണിംഗ് എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ്, ബേസിക് കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ്. ഇവിടെ ലാംഗ്വേജ് കോമ്പറ്റൻസിക്ക് റീജിയൻ ലാംഗ്വേജ് വേണ്ട. JSAക്ക് റീജിയൻ ലാംഗ്വേജ് ഇല്ല. ഇംഗ്ലീഷ് പ്ലസ് ഹിന്ദി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇംഗ്ലീഷ് പ്ലസ് ഹിന്ദി മാത്രമേ ഉള്ളൂ. രണ്ടിനും 10 വെച്ചുള്ള മാർക്കാണ് 20 മാർക്ക്. ഒന്നിനും പാസ് മിനിമം ഇല്ല. ആ കാര്യം ആലോചിക്കുക. ഒരു പോസ്റ്റുകൾക്കും പാസ് മിനിമം ഇല്ല. ആ ഒരു കാര്യം ആലോചിക്കുക. ഇനി സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ JSAക്കും അല്ലെങ്കിൽ ലാബ് അറ്റൻഡന്റിനും. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് അടുത്തത് നമ്മുടെ അക്കൗണ്ടന്റ് പോസ്റ്റ് ആണ്. അക്കൗണ്ടന്റ് പോസ്റ്റിന്റെ ടയർ 1 ടയർ 2 എക്സാമിനേഷൻ എങ്ങനെ നോക്കാം. അക്കൗണ്ട് പോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ജനറൽ അവയർനെസ്, റീസണിംഗ് എബിലിറ്റി, ICT, കമ്പ്യൂട്ടർ, മാത്സ് 30 മാർക്ക്. ലാംഗ്വേജ് കോമ്പറ്റൻസി എന്ന് പറയുന്നത് ഇവിടെയും ഇംഗ്ലീഷും ഹിന്ദി മാത്രം, റീജിയണൽ ലാംഗ്വേജ് ഇല്ല. ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി മാത്രമേ ഉള്ളൂ, റീജിയണൽ ലാംഗ്വേജ് ഇല്ല. ടയർ 2ലേക്ക് വരുമ്പോൾ സബ്ജക്ട് സ്പെസിഫിക് മാത്രമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 55 ചോദ്യങ്ങൾ. എല്ലാത്തിലും ടയർ 2 അതുപോലെ തന്നെയാണ്. അപ്പൊ ഇത്രയുമാണ് നോൺ ടീച്ചിങ് പോസ്റ്റുകൾ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്, ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ളൂ, ധാരാളം പോസ്റ്റ് ഉണ്ട്. അത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള സിലബസ് ആണ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഗ്രേഡ് എഴുതുന്ന ലാഘവത്തോടു കൂടി പോയി എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഈ എക്സാമുകൾ എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ ഒന്നും വേണ്ട. ജസ്റ്റ് ഫോട്ടോ പ്ലസ് സിഗ്നേച്ചർ മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. ഇതിനുശേഷം അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ തഹസിൽദാറിന്റെ അടുത്തോ വില്ലേജിലൊക്കെ പോയിട്ട് അക്ഷയയിലൊക്കെ പോയിട്ട് നിങ്ങളുടെ നോൺ ക്രിമിനൽ ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC/ST ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്ലൈ ചെയ്ത നേരത്തെ ഇതൊന്നും വേണ്ട. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ പോയി അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും 77 36 75 04 73 എന്ന് പറയുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജുകളിലൂടെ വിളിച്ചോ ചോദിക്കാം. അഡ്മിഷൻ എടുക്കണമെങ്കിൽ മാത്രമല്ല, അപ്ലൈ ചെയ്തതിനെ പറ്റി എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചു ചോദിക്കാം. ഓക്കെ, വാട്സ്ആപ്പ് മെസ്സേജിലൂടെയും ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് EMRSന്റെ നോൺ ടീച്ചിങ് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇന്ന് 20 ആയിട്ടുണ്ട് ഡേറ്റ്. 23-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. പഠിക്കാനൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ കണ്ടതാണ്, കുഞ്ഞു സിലബസ് ആണ് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഭീകരമായിട്ടൊന്നും പഠിക്കാനില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.